ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ ഒരു ഫ്രണ്ട് കേട്ടോ തുറന്ന സഭയിൽ നിങ്ങളെല്ലാവരും കൂടെ കളിച്ച് ചിരിച്ചിരിക്കുകയാണ്, നിങ്ങൾ നല്ലോണം ഇൻസൾട്ട് ചെയ്തു, നിങ്ങൾക്കത് കൊണ്ടു. പക്ഷേ നിങ്ങൾ ഓർക്കണം, പോട്ടെ, ഇതെൻ്റെ ഒരു ജെനുവിൻ ഫ്രണ്ടാണ്, എന്തുണ്ടെങ്കിലും ഇവൻ അല്ലെങ്കിൽ ഇവൾ മുഖത്തടിച്ച പോലെ പറയും, സാരമില്ല, ഇൻസൾട്ടൊന്നുമല്ല, പോട്ടെ, നമ്മൾ ക്ഷമിക്കില്ലേ? അതുപോലെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്, പരിചയമുള്ള ഒരു ആൻറ്റി അല്ലെങ്കിൽ ഒരു അങ്കിൾ നിങ്ങൾ കളിയാക്കി, അതെല്ലാവരും കൂടി ഒന്ന് ചിരിച്ചു, അത് ഇറ്റ് വാസ് എ വെരി ബിഗ് ഇൻസൾട്ട്, ബട്ട് യു ഗേവ് ദം എൻ എക്സ്ക്യൂസ്, പോട്ടെ, അങ്കിൾ അല്ലേ ആൻറ്റി അല്ലേ, എപ്പോൾ വന്നാലും എനിക്ക് നല്ല ഗിഫ്റ്റ്സ് ഒക്കെ കൊണ്ടുവരും, പിന്നെ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, വിട്ടുകളാന്നേ. പിന്നെ ഓഫ് കോഴ്സ് യുവർ പാർട്ട്ണർ ഒരു റിലേഷൻഷിപ്പിലായിരിക്കും, പാർട്ട്ണർ വല്ലാതെ നിങ്ങളെ ടോർച്ചർ ചെയ്യുന്നു മെൻ്റലി ആൻഡ് ഓൾ ദാറ്റ്. പക്ഷേ നിങ്ങളൊരു എക്സ്ക്യൂസ് കണ്ടുപിടിക്കുന്നു, പോട്ടെ, അയാൾക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, എന്തോരം സ്ട്രെസ്സാണ്, ജോബിൽ സ്ട്രെസ്സ്, ഫാമിലി പ്രഷർ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, ഇങ്ങനെ പെരുമാറിയാൽ എന്താ, നോ പ്രോബ്ലം. ഒന്നുമില്ലെങ്കിലും സ്നേഹമുണ്ടല്ലോ, സ്നേഹവും അതിൻ്റെ ബേസിസിലുള്ള പൊസസീവ്നെസ് കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, ശരിയല്ലേ? ഇനി ഞാൻ പറയട്ടെ, ഇതിനൊരു പേരുണ്ട്, ബ്ലാക്ക് കോഫി സിൻഡ്രോം അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി തിയറി. അയ്യോ, മെഡിക്കലി റിലേറ്റഡ് ഇഷ്യൂ ഒന്നും അല്ല കേട്ടോ, ഇതൊരു മെറ്റഫറാണ്. അതായത് കട്ടൻ കാപ്പി എത്ര പേര് ഷുഗർ ഇല്ലാതെ പാലില്ലാണ്ട് കുടിക്കുന്നു, ചിലർക്ക് അങ്ങനെ തന്നെ കുടിക്കാൻ ഇഷ്ടമാണ്, അതൊക്കെ. പക്ഷേ ഭൂരിഭാഗം പേർക്ക് ഇത്തിരി പഞ്ചസാര കുറച്ച് പാലൊഴിച്ച് കഴിക്കാനാണ് ഇഷ്ടം. ഇത് തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നവരും നമ്മളെ കുത്തി നോവിക്കുകയും ചെയ്യുന്നവരെ അവരങ്ങനെയല്ല, അവർ നല്ലതാണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ തന്നെ ഓരോ എക്സ്ക്യൂസ് കണ്ടുപിടിക്കുന്നു. ദാറ്റ് മീൻസ് വി ആർ ട്രൈങ് ടു സ്വീറ്റൻ ദ ബ്ലാക്ക് കോഫി. മനസ്സിലായില്ലേ? നമ്മൾ തന്നെ നമ്മളുടെ ആ കൈപ്പേറിയ അനുഭവത്തിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് പോട്ടെ, സാരമില്ല എന്ന് നമ്മൾ ശ്രമിക്കുന്നു. അതുപോലെ പാൽ ആഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കുറേ കൂടെ ആ കടുപ്പം മാറാൻ വേണ്ടി, കുറച്ചുകൂടെ ലൈറ്റ് ആവാൻ വേണ്ടി, കാണാനും പ്ലസൻറ്റ്, കുടിക്കാനും കുറച്ച് ബെറ്റർ. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് ആയാലും കൊളീഗ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഒരു വർക്ക് എൻവയൺമെൻറ്റ് ആയാലും ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും, നമ്മളെ ഒരുപാട് ദ്രോഹിക്കുന്നവരെ നമ്മൾ ക്ഷമിക്കുകയും അവരുടെ ആ മിസ് ഡീഡ്സിന് ഒരു എക്സ്പ്ലനേഷൻ കണ്ടുപിടിക്കുകയും നമ്മളുടെ ലൈഫ് മൊത്തത്തിൽ കളറാണ് എന്ന് നമ്മൾ തന്നെ കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനെയാണ് ബ്ലാക്ക് കോഫി തിയറി എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? കട്ടൻ കാപ്പി ആയിട്ട് തന്നെ കുടിക്കണം, വിത്തൗട്ട് ഷുഗർ, വിത്തൗട്ട് മിൽക്ക്. നമ്മൾ ആർക്ക് വേണ്ടി എക്സ്ക്യൂസ് കണ്ടുപിടിക്കേണ്ട. പക്ഷേ ഇവരെയൊക്കെ ഇഗ്നോർ ചെയ്യാൻ, ഇവരുടെ ഇൻസൾട്ട് ഇഗ്നോർ ചെയ്ത് ഇവരുടെ നല്ല വശം കണ്ട് അവരെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഗുഡ്, അല്ലെങ്കിൽ കീപ് ദം അറ്റ് എ ഡിസ്റ്റൻസ്. തീരെ പറ്റുന്നില്ലെങ്കിൽ ടേക്ക് ദം അവേ ഫ്രം യുവർ ലൈഫ്. ബ്ലാക്ക് കോഫി ജസ്റ്റ് ബ്ലാക്ക് കോഫി ആയിട്ട് കുടിക്കുക. ഓക്കെ.